നമ്മൾ എടുക്കാൻ പോണത് ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ, പ്ലസ് ടുവിലെ ഫിസിക്സിന്റെ ഒന്നാമത്തെ ചാപ്റ്ററായ ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ എടുക്കാൻ പോണത്. സിമ്പിൾ ആയ ഒരു സാധനമാണ്. എന്താണ് ഇലക്ട്രിക് ചാർജ്? നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കണം എന്താണ് ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിൾ ആയ ഒരു സാധനമാണ്. എന്താണ് ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൽ അവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇലക്ട്രിക് ചാർജ് എന്ന് വിളിക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് എടുക്കുക, ആ ഒബ്ജക്റ്റിന് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും? ഇലക്ട്രിക് ചാർജ് എന്ന് വിളിക്കാൻ പറ്റും. ബേസിക് ആയിട്ട് നമ്മൾ ഇലക്ട്രിക് ചാർജ് എന്താണെന്ന് പഠിച്ചു വെക്കണം. അപ്പം മെയിൻലി നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ചാർജിന്റെ സിമ്പിളും യൂണിറ്റും നമുക്ക് ബേസിക് ആയിട്ട് പഠിച്ചു വെക്കണം. കാരണം അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമാണ്. കാരണം Q = NE എന്ന് പറഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ഈ ഇലക്ട്രിക് ചാർജിന്റെ സിമ്പിളും യൂണിറ്റും ഒക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളൊരു സാധനമാണ് ഇലക്ട്രിക് ചാർജിന്റെ സിമ്പിളായി എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്ത്? Q, ക്യാപിറ്റൽ ലെറ്റർ Q അഥവാ സ്മാൾ ലെറ്റർ Q. ഇത് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? സിമ്പിൾ പഠിച്ചു. നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കേണ്ട ഒരു സാധനമാണ് എന്ത്? SI യൂണിറ്റ്. SI യൂണിറ്റ് എന്താ? കുളം. എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക? C. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ, അപ്പോൾ നമ്മളിങ്ങനെ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് 30, 20 അല്ലെങ്കിൽ 2.1 എന്നൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിലും അവിടെ നമ്മൾ എന്തുണ്ടാവണം? 2.1C എന്ന് നമ്മൾ അവിടെ എഴുതണം. അല്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? ഒരു അര മാർക്ക് അല്ലെങ്കിൽ 1 മാർക്ക് ചിലപ്പോൾ എക്സാമിന് പോകും. അപ്പം നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ എന്ത് ആവശ്യമാണ്? ഈ SI യൂണിറ്റ് ആവശ്യമാണ്. അല്ല, അപ്പം പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഉത്തരം കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തും? നമുക്ക് 20 മാത്രം എഴുതി നമുക്ക് എന്ത് കിട്ടൂല? മാർക്ക് കിട്ടൂല. അവിടെ എന്ത് എഴുതണം? നമ്മൾ 20C അല്ലെങ്കിൽ 20 കുളം നമ്മൾ എഴുതണം. അപ്പം എന്തായി? നമ്മളെ പ്രോബ്ലം ഓക്കെ ആയി. അപ്പം നമ്മൾ നമുക്ക് പഠിക്കാനുള്ളൊരു സാധനമാണ് CGS യൂണിറ്റ്. ESU എന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മാത്രം മതി. മെയിനായിട്ട് നമുക്ക് വേണ്ട ഒരു സാധനമാണ് ഒന്ന് സിമ്പിളും ഒന്ന് അതിൻ്റെ യൂണിറ്റും. യൂണിറ്റ് എന്താണ്? കുളം, C. ഓക്കെ അല്ലടാ? സെറ്റ് അല്ലടാ? ഇനി നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ട ഒരു സാധനമാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള ഒരു സാധനമാണ് എന്ത്? ഫണ്ടമെന്റൽ ചാർജ്. നമുക്ക് മെയിൻ ആയിട്ട് ഫണ്ടമെന്റൽ ചാർജ് നമ്മൾ പഠിക്കുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ. എല്ലാവരും ബൈഹാർട്ട് ആയിക്കോ കാണാൻ പഠിക്കുന്ന ഒരു സാധനമാണ് എന്ത്? ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ. എന്താണ്? 1.6 × 10⁻⁻19 കൂളം. ഇത് എല്ലാവരും എന്ത് ചെയ്യണം? ഈ സാധനം ഇലക്ട്രോണിന്റെ ചാർജ് ആണ്. 1.6 × 10⁻⁻19 കൂളം എന്നൊരു സാധനം നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഇത് എന്താണ്? ഇലക്ട്രോണിന്റെ ചാർജ് ആണ് അല്ലേ? സ്മാളസ്റ്റ് ചാർജ് ആണ്. എന്ത് ചെയ്യും? ഇൻഡിപെൻഡന്റ്ലി എക്സിസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ഇലക്ട്രോണിന്റെ ചാർജ് നമ്മൾ ബൈ ഹാർട്ട് ആയിട്ട് നമുക്ക് പഠിച്ചു വെക്കണം. കാരണം നമുക്ക് എന്ത് ചെയ്യണം? എന്ത് ആവശ്യമാണ്? പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് 1.6 × 10⁻⁻19 എന്ന ഈ ഇലക്ട്രോണിന്റെ ഈന്റെ വാല്യൂ നമുക്ക് ആവശ്യമാണ്. ഇനി നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ട ഒരു സാധനമാണ് എന്ത്? പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ്. അല്ല, പ്രോപ്പർട്ടീസ് ഓഫ് ചാർജിന്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് എന്ത്? ഇലക്ട്രിക് ചാർജ് ആർ 2 ടൈപ്പ്. 2 ടൈപ്പ് ചാർജ് ഉണ്ട്. ഒന്നാമത്തെ എന്താണ്? പോസിറ്റീവ് ചാർജ്. എല്ലാവർക്കും അറിയാം പോസിറ്റീവ് ചാർജ്. രണ്ടാമത്തെ എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ്. പഠിച്ചു കഴിഞ്ഞു, പഠിക്കേണ്ട കൂടെ ആവശ്യമില്ല, നമുക്ക് ഇവിടെ തന്നെ പഠിക്കാം. എന്താണ്? ഇലക്ട്രിക് ചാർജ് 2 ടൈപ്പ് ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. നമ്മൾ ബാറ്ററിയിലൊക്കെ കണ്ടിട്ടില്ലേ? ബാറ്ററിയിൽ എന്തുണ്ടാവും? പോസിറ്റീവ് ഉണ്ടാവും, ഒരു നെഗറ്റീവ് ഉണ്ടാവും. ഇത്രയല്ലേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ളതാണ് എന്ത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാറ്ററും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഒക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അത് തന്നെ ഇവിടെ എന്ത് മാത്രം മാറ്റിയാൽ മതി? ഇവിടെ എനർജീൻ്റെ അല്ലെങ്കിൽ മാറ്ററിന് പകരം എന്ത് മാത്രം മാറ്റിയാൽ മതി? ചാർജ് മാത്രം മാറ്റിയാൽ മതി. ചാർജ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇത്രയേ ഉള്ളൂ പരിപാടി, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ മൂന്നാമത്തെ പ്രോപ്പർട്ടി സിമ്പിളായ ഒരു സാധനമാണ്. ലൈക്ക് ചാർജസ് റിപ്പൽ, അൺലൈക്ക് ചാർജ് അട്രാക്ട്. നമുക്ക് ഓൾറെഡി അറിയാം പ്ലസും എന്ത് ചെയ്യുക? പ്ലസും വന്നാൽ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അതേപോലെ തന്നെ മൈനസും വന്നാൽ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ആര് മാത്രമേ അട്രാക്ട് ചെയ്യുള്ളൂ? പ്ലസും മൈനസും അഥവാ മൈനസും പ്ലസും വന്നാൽ മാത്രമേ അവിടെ എന്ത് നടക്കുള്ളൂ? അട്രാക്ഷൻ നടക്കുള്ളൂ. അപ്പം മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ്? സിമ്പിൾ ആയ ഒരു സാധനമാണ് എന്ത്? ലൈക്ക് ചാർജസ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അൺലൈക്ക് ചാർജസ് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. സിമ്പിളാണ്. ഇനി നാലാമത്തെ പ്രോപ്പർട്ടി, ചാർജ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. എക്സാമിന് 1 മാർക്കിനൊക്കെ ഫില്ല് ദ ബ്ലാങ്ക്സിൽ എവിടെയെങ്കിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? ചാർജ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണോ വെക്ടർ ക്വാണ്ടിറ്റി ആണോ? അല്ലേ? അപ്പൊ നമുക്ക് എന്താണ് സ്കെയിലാർ ക്വാണ്ടിറ്റി, എന്താണ് വെക്ടർ ക്വാണ്ടിറ്റി ജസ്റ്റ് ഒന്ന് പറയാം. വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വെക്ടർ ക്വാണ്ടിറ്റിക്ക് എന്തുണ്ടാവും? ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും അല്ലെ? വെക്ടർ ക്വാണ്ടിറ്റിക്ക് എന്തൊക്കെ ഉണ്ടാവും? ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും. പക്ഷേ സ്കെയിലാർ ക്വാണ്ടിറ്റിക്ക് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് എന്തില്ല? ഡയറക്ഷൻ ഇല്ല. അപ്പൊ തന്നെ നമുക്ക് ഉറപ്പിക്കാം, നമുക്ക് ചിന്തിക്കാൻ പറ്റൂലേ? ചാർജ്
ചാർജിന് എന്തുണ്ട്, ഡയറക്ഷൻ ഉണ്ടോ? ചാർജിന് ഡയറക്ഷൻ ഇല്ല. അപ്പൊ തന്നെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്കെയിലാർ ക്വാണ്ടിറ്റി. എക്സാമിന് നമ്മൾ ഓർത്ത് വെക്കണം, ചാർജ് ഒരു എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്കെയിലാർ ക്വാണ്ടിറ്റി. ഇത് കാണാപാഠം പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടുന്ന് വെക്ടർ ക്വാണ്ടിറ്റി, സ്കെയിലർ ക്വാണ്ടിറ്റി നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് എഴുതാൻ പറ്റും. ചാർജ് എന്ത് ക്വാണ്ടിറ്റി ആണെന്ന്, സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ അത് ഓക്കെ അല്ലേ? ഇപ്പൊ ഈ ഒന്നാമത്തെ പ്രോപ്പർട്ടി, രണ്ടാമത്തെ പ്രോപ്പർട്ടി, മൂന്നാമത്തെ പ്രോപ്പർട്ടി, നാലാമത്തെ പ്രോപ്പർട്ടി നമുക്ക് ഏകദേശം എല്ലാവർക്കും അറിയുന്ന ഒരു സാധനമാണ്. പിന്നെ അറിയാത്തൊരു സാധനം എന്തേ ഉണ്ടാവുള്ളൂ? അഡിറ്റീവ് ഓഫ് ചാർജ്. ഈ അഡിറ്റീവ് ഓഫ് ചാർജ് മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? ഒരു ഡൗട്ട് ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മളൊരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയ എടുക്കുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ Q1, Q2, Q3 എന്ന് പറയുന്ന ചാർജ് ഉണ്ടാകുന്ന വിചാരിക്കുക. നമ്മളിപ്പോൾ പറയുന്നത് അഡിറ്റീവ് ഓഫ് ചാർജിനെ പറ്റിയാണ്. ഒരു എടുക്കുമ്പോൾ Q1, Q2, Q3 എന്ന് പറയുന്ന ചാർജസ് ഉണ്ടാകുന്ന വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജ് Q ഈസ് ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് Q3. ഒന്നുമില്ല, ഒരു സ്ക്വയർ അഥവാ ഒരു പർട്ടിക്കുലർ ഏരിയ എടുക്കുകയാണെങ്കിൽ അവിടെ Q1, Q2, Q3 എന്ന് പറയുന്ന ചാർജ് ഉണ്ടെങ്കിൽ ആ ചാർജിന്റെ മൊത്തം സമ്മാണ് എന്ത്? അഡിറ്റീവ് ഓഫ് ചാർജസ് എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്, ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു സ്ക്വയറിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ Q1, Q2, Q3 എന്ന് പറയുന്ന ഒരുപാട് ചാർജസ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് അതിന്റെ ചാർജ് നമുക്ക് മൊത്തത്തിൽ എന്ത് ചെയ്യാം? സം ചെയ്യാം. Q1 പ്ലസ് Q2 പ്ലസ് Q3 നമുക്ക് സം ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ചാർജ് കിട്ടും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? അഡിറ്റീവ് ഓഫ് ചാർജ്. അപ്പൊ നമ്മൾ എന്ത് പ്രോപ്പർട്ടി? 5 പ്രോപ്പർട്ടി പറഞ്ഞു. എന്താണ്? എന്ത്? ഒന്ന് പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്. 2 ടൈപ്പ് ചാർജ് ഉണ്ട്. എന്തൊക്കെ? പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. രണ്ടാമത്തെ എന്താണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. എന്ത് ചെയ്യാ? ചാർജ് നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. മൂന്നാമത്തെ ചാപ്റ്റർ സിമ്പിൾ ആണ്. പ്ലസും മൈനസും, മൈനസും പ്ലസും. ലൈക്ക് ചാർജ് റിപ്പൽ, അൺലൈക്ക് ചാർജ് അട്രാക്ട്. അടുത്ത നാലാമത്തെ എന്താണ്? ഇറ്റ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. അഞ്ചാമത്തെ പറഞ്ഞാൽ ഇറ്റ് ഈസ് അഡിറ്റീവ് ഓഫ് ചാർജ്. ചാർജ് എന്ത് ചെയ്യുക? എല്ലാം കൂടെ സം ചെയ്ത് വെക്കുക. ഇത്രേ ഉള്ളൂ എന്ത്? പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ്. ഇമ്പോർട്ടന്റ് ആയ ഒരു സാധനമാണ്. ഇനി നമുക്ക് ഒരു ചെറിയൊരു പ്രോബ്ലം ചെയ്യാം. നമുക്ക് മെയിൻ ആയിട്ട് ചാർജിന് ഒരു പ്രോബ്ലം ഉണ്ട്. Q ഈസ് ഈക്വൽ ടു NE എന്ന് പറഞ്ഞ ഒരു പ്രോബ്ലം ഓൾറെഡി നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. Q എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ് ആണ്. എന്ന് പറഞ്ഞ ഒരു ഇൻറ്റീജർ മൾട്ടിപ്പിൾ ആണ്. എന്തൊക്കെയാവാം? 0, 1, 2 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ E എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ പറഞ്ഞോളൂ. നമ്മൾ എന്താണ്? ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? 1.6 ഇൻറ്റു 10⁻⁻19 കൂളം. ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം A to B when B occurred 1 കൂളം? അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ഹൗ മെനി ഇലക്ട്രോൺസ്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? N ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓൾറെഡി നമുക്ക് ഇക്വേഷൻ ഉണ്ട്. Q ഈസ് ഈക്വൽ ടു NE. അപ്പൊ നമ്മളെ ഇക്വേഷൻ എന്താവും? N ഈസ് ഈക്വൽ ടു Q/E ആവും. ഇനി ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. എന്തൊക്കെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനില്? ക്വസ്റ്റ്യനിൽ Q തന്നിട്ടുണ്ട്, 1 ആണ്. ഇതിന്റെ കാര്യം ഓൾറെഡി നമ്മൾ പറഞ്ഞു. എന്താണ് ഇതിന്റെ കാര്യം? നമ്മൾ കാണാപാഠം പഠിക്കണം. എന്താണ്? 1.6 ഇൻറ്റു 10⁻19 കൂളം അല്ലേ? ഓൾറെഡി നമുക്ക് ഇവിടെ എന്തുണ്ട്? Q1 ഉണ്ട്. ഇലക്ട്രോണിന്റെ ചാർജ് നമുക്കറിയാം 1.6 ഇൻറ്റു 10⁻19. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കാൽക്കുലേറ്റർ അടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ ഉത്തരം കിട്ടും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തൊരു ഇതിലോട്ട് പോവാം. ഇനി നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കുന്ന ഒരു സാധനം എന്ത്? കൊളംബസ് ലോ അല്ലേ? ഈ ലോ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ എന്താണ്? സിമ്പിൾ ആയ ഒരു സാധനമാണ് ലോ. ഈ ലോ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഡയറക്ഷനലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ടു ചാർജ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. ഒന്നുമില്ല, ആദ്യം തന്നെ ഫോഴ്സ് എന്തിനോട് പ്രൊപ്പോർഷണൽ ആണെന്നാ പറഞ്ഞത്? 2 ചാർജ്. ഇവിടെ 2 ചാർജ് ഉണ്ട്. ഏതൊക്കെ? Q1ഉം Q2 എന്ന് പറഞ്ഞ ചാർജ് ഉണ്ട്. ഈ 2 ചാർജിന്റെ പ്രൊഡക്റ്റിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഈ Q1ഉം Q2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ ഒന്നുമില്ല, കൊളംബസ് ലോ നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. എന്താണ്? 2 പോയിന്റ് ചാർജ് എന്തിനോട് ഡയറക്ഷനൽ പ്രൊപ്പോർഷണൽ ആയിരിക്കും? പ്രൊഡക്റ്റ് ഓഫ് 2 ചാർജ് Q1ഉം Q2ഉം. കഴിഞ്ഞു. ഫസ്റ്റത്തെ പോയിന്റ് കഴിഞ്ഞു. അടുത്തെന്താ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലെ? ഇതല്ല ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ആണ് അല്ലെ? ഇവിടെ എന്തുണ്ട്? സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഓക്കെ അല്ലേ? അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? കൊളംബസ് ലോ നമുക്ക് പറയാൻ പറ്റും. പരീക്ഷയ്ക്ക് പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ് അല്ലെ? ഇവിടെ 2 പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്? ഒന്ന് ചെയ്താണ് Q1 Q2
ബൈ ആർ സ്ക്വയർ ആവും. ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഞാൻ എന്ത് കൊണ്ടുവരികയാണ്, ഒരു കെ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് കൊണ്ടുവന്നു. ഓക്കെ അല്ലേ? ഇപ്പൊ എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ. സിമ്പിൾ ആയില്ലേ? ഈ കെന്റെ പകരം നമ്മൾ എന്ത് എഴുതും? കെ ഈസ് ഈക്വൽ ടു 1/4πε0. ഇതിന്റെ വാല്യൂ നമ്മൾ കാണാപ്പാഠം പഠിക്കണം. 9 × 10⁹. അപ്പം എന്ത് കിട്ടി? കൊളംബസ് ലോന്റെ ഇക്വേഷൻ കിട്ടി. എഫ് ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 ബൈ ആർ സ്ക്വയർ. ആ 1/4πε0ന്റെ വാല്യൂ ആയ 9 × 10⁹ എന്ന വാല്യൂ നമ്മൾ ബൈഹാർട്ട് ചെയ്യുക. ഇത് നമുക്ക് എവിടെ ആവശ്യമാണ്? പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമാണ്. അപ്പൊ കൊളംബസ് ലോ ഒന്നും കൂടെ പറഞ്ഞുതരാം. എന്താണ്? രണ്ട് ചാർജ് അതിന്റെ പ്രൊഡക്റ്റിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലും പിന്നെ ആറായ ഡിസ്റ്റൻസിന്റെ സ്ക്വയറിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലുമാണ്. നമ്മൾ എന്ത് ചെയ്തു? രണ്ടിനെ ഒന്നിച്ചെഴുതി. എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു Q1 Q2 ബൈ ആർ സ്ക്വയർ. പിന്നെ ഈ പ്രൊപ്പോർഷണാലിറ്റി വേണ്ടിയാണ് എന്ത് കൊണ്ടുവന്നു? ഞാൻ കെ എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് കൊണ്ടുവന്നു. ആ കെ എന്ന് പറഞ്ഞ കോൺസ്റ്റന്റിന് നമുക്ക് എന്ത് കൊടുക്കാം? 1/4πε0 എന്ന് കൊടുക്കാം. നമ്മൾ ഇക്വേഷൻ എങ്ങോട്ട് മാറി? എഫ് ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 ബൈ ആർ സ്ക്വയർ. ഇത് നമ്മൾ ബൈ ഹാർട്ട് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷൻ ആണ് കൊളംബസ് ലോന്റെ. എഫ് ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 ബൈ ആർ സ്ക്വയർ. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഈ കൊളംബസ് ലോന്റെ ഫോർമുല വെച്ചിട്ട് ഒരു പ്രോബ്ലം. ചിലപ്പോൾ പരീക്ഷയ്ക്ക് 2 or 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? 2 microcoulomb and -6 microcoulomb placed 3 mm apart in an air. ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ്? കുളം എന്താണ്? ചാർജാണ്. പക്ഷെ ഇവിടെ എന്താ മൈക്രോ കുളത്തിലാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി 2 ചാർജ് അവിടെ തന്നിട്ടുണ്ട്, Q1 ഉം Q2. ഏതൊക്കെ? ഒന്ന് +2 ഉം ഒന്ന് -6 ഉം. പിന്നെ നമുക്ക് എന്താണ്? ഫൈൻഡ് ദ ഫോഴ്സ്. ഇപ്പൊ തന്നെ മനസ്സിലായി എന്താ കണ്ടുപിടിക്കേണ്ടത്? എന്താണ്? എഫ് ആണ് അവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എഫ് ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 ബൈ ആർ സ്ക്വയർ. ഓക്കെ അല്ലേ? നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് 1/4πε0 വാല്യൂ എന്താണ്? 9 ×